Good afternoon. Good afternoon. Good afternoon, teacher. How are you? Hi. Ma'am. ടീച്ചർ അവിടെ ഭയങ്കര സൗണ്ട് ആണല്ലോ ക്ലാസ്സിലെയാണ്. ശബ്ദമുണ്ടോ? No, teacher. No, it's okay. Good afternoon, Miss. Good afternoon. നമ്മൾ എവിടെ വരെയാണ് എടുത്തത് ചാപ്റ്റർ? ഇനി സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫാൻസി ആണെന്ന് തോന്നുന്നു എടുക്കേണ്ടത്. സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി എടുക്കേണ്ട പോർഷൻ സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫാൻസി. യൂണിറ്റ് 3 ആണല്ലോ എടുക്കുന്നത്. അതല്ലേ സർ. So, prayer. പഠിക്കും. Good afternoon, ma'am. Good afternoon. Coordinators of this week, me and Fatima Shamir. Firstly, we thank all my friends to great support on coordinating. Montessori is an approach to the education of children. It is a way of looking at and understanding children. It is a view of how children develop and learn, which has been translated into a systematic method of education based upon careful scientific study. I invite Fatima Shamir to continue. Let's start our class with a devotion. I invite Fatima for prayer. Thank you. Good afternoon, ma'am, and good afternoon, my dear friends. Prayer. O Lord, we are grateful for the dawn of this day. Grant us wisdom and guide our steps. Bless our teachers, parents, and all the helping hands.
Grant us strength, bring us joy, and wipe away every tear. Thank you. I invite Akshaya to do the thought of the day. Good afternoon, all. My name is Akshaya. Today I am third thought. If you are not willing to learn, no one can help you. If you are determined to learn, no one can stop you. Once again, if you are not willing to learn, no one can help you. If you are determined to learn, no one can stop you. നിങ്ങൾ പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ആർക്കും കഴിയില്ല. പഠിക്കാൻ ദൃഢനിശ്ചയമുണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. ഓക്കെ, താങ്ക് യു. Very good. Okay. സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ഇൻഫാൻസി തുടങ്ങിയാണ് ഇതിന് എടുക്കാനുള്ളത്. സെക്കൻഡ് അതൊന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. ഓക്കെ, വായിച്ചായിരുന്നോ? യെസ് മാം. സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ഇൻഫാൻസി. ഇൻഫാൻസി ആരാണ്? ഇൻഫാൻസി പീരീഡ് എന്ന് പറയുമ്പോൾ ആരാണ്? നവജാത ശിശുക്കൾ അല്ലേ? ജനിച്ച ഉടനെയുള്ള കുട്ടികൾ. യെസ്, നവജാത ശിശുക്കൾ. ഓക്കെ, അപ്പൊ അവർക്ക് എങ്ങനെ അവിടെ മുതൽ അവരുടെ ആ ഒരു സ്റ്റേജ് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ മന്ത് അല്ലെ ഓരോ മാസങ്ങളിൽ എങ്ങനെയാണ് കുട്ടികളിൽ ആ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് എന്ന് ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, PDF കാണുന്നുണ്ടോ? യെസ്, കാണുന്നുണ്ട്. Yes, first point. At birth, infants are not sociable. At birth, infants are not sociable. എന്താണ്? ജനന സമയത്ത് ആ കുട്ടികള് സോഷ്യബിൾ അല്ല അല്ലെ? സമൂഹമായിട്ട് ഇടപെടില്ല. So, സമൂഹമായിട്ട് ഇടപെടില്ല. എനിക്ക് ക്ലിയർ ആവുന്നില്ല പറയുന്നത്. എന്താ ഫാത്തിമ പറഞ്ഞത്?
സമൂഹവുമായിട്ട് ഇടപഴകുക. ഓക്കെ. ഇടപഴകുന്നില്ല, സോഷ്യബിൾ അല്ല ആ ഒരു സമയത്ത്, ലെറ്ററുടെ സമയത്ത്. സെക്കൻഡ് പോയിന്റ് എന്താണ്? അറ്റ് അറൌണ്ട് ഏജ് ഓഫ് 6 weeks, ഏകദേശം 6 week ആവുന്ന സമയത്ത് ട്രൂ സോഷ്യൽ സ്മൈൽ, അവിടെ ഒരു സോഷ്യൽ സ്മൈൽ ഉണ്ടാകുന്നു. സോഷ്യൽ സ്മൈൽ അപ്പിയറൻസ്, സ്മൈലിംഗ് റെസ്പോൺസ് ടു എ പേഴ്സൺ, and this is considered as the beginning of socialization. ആ ഒരു 6 വീക്ക് ആവുന്ന സമയത്ത് കുഞ്ഞെന്താണ്, അമ്മയെ നോക്കിയില്ലേ, അമ്മയോ അല്ലെങ്കിൽ അച്ഛനെയോ നോക്കി എന്താണ്, ചിരിക്കുന്നു. അവിടെയാണ് കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നത്? കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യും, ബിഗിനിങ് സോഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യും. കുട്ടിയിലെ സാമൂഹിക വികാസം ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയമാണ് ആദ്യത്തെ 6ാമത്തെ ആഴ്ചയിൽ. ആദ്യമായിട്ട് അമ്മയിലെ നോക്കി പുഞ്ചിരിക്കുന്നത് ആ ഒരു സമയത്താണ് അവൻ എന്താണ്, മറ്റൊരാളെ തിരിച്ചറിയണം. മറ്റൊരാളെ തിരിച്ചറിയുന്ന ആ ഒരു സമയത്ത് അവിടെ അവനൊരു സോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരെ നോക്കി ചിരിക്കുന്നു, കുഞ്ഞ് ചിരിക്കുന്നു. ആ ഒരു സമയത്താണ് കുഞ്ഞിലെ സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നതാണ് പറയുന്നത്. ഓക്കെ. തേർഡ് പോയിന്റ് എന്താണ്? 2 to 3 months. Infants can identify people from inanimate objects, recognize its mother, and are unhappy on separation. 2 to 3 months. എന്താണ്? 2-3 മാസമാകുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഐഡന്റിഫൈ പീപ്പിൾ ഫ്രം ഇനാനിമേറ്റ് ഒബ്ജക്ട്സ്. ഇനാനിമേറ്റ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിർജീവമായിട്ടുള്ള വസ്തുക്കൾ. നിർജീവമായിട്ടുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത് എന്താ? അവരുടെ ടോയ്സസ് അല്ലെ, അവരുടെ കളിപ്പാട്ടങ്ങള്, മറ്റു ഒബ്ജക്ട്സുകളൊക്കെയാണ് അവര് അത് തിരിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ഓക്കെ. റെക്കഗ്നൈസ് ഇറ്റ്സ് മദർ. പിന്നെന്താണ്? കുട്ടി അമ്മയെ തിരിച്ചറിയുന്നു. അതുപോലെ തന്നെ എന്താണ്? ആ ഒരു സെപ്പറേഷൻ കുഞ്ഞ് തിരിച്ചറിയുന്നത്. അതായത് അമ്മയില്ലാത്ത ഒരു സമയം, അമ്മ കൂടെ ഇല്ലാത്ത ഒരു സെപ്പറേഷൻ സമയത്ത് കുട്ടി എങ്ങനെയായിരിക്കും? അൺഹാപ്പി ആയിരിക്കും. ഓക്കെ. കുഞ്ഞിന്റെ അമ്മ തൊട്ടടുത്തില്ല എന്നുള്ളത് കുഞ്ഞ് മനസ്സിലാക്കുന്നു. ആ ഒരു ടൈമിൽ എന്താണ്? കുട്ടി അൺഹാപ്പി ആയിരിക്കും. ഓക്കെ. അവിടെയും കുട്ടിയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഒബ്ജക്ട്സുകൾ തിരിച്ചറിയുന്നു, അമ്മയെ റെക്കഗ്നൈസ് ചെയ്യുന്നു, സെപ്പറേഷൻസ് ഫീലിങ്സ് മനസ്സിലാക്കി വരുന്നു. അവിടെ കുട്ടിയില് സാമൂഹ്യ വികസനം സ്റ്റാർട്ട് ചെയ്ത് വരികയാണ്. ഓക്കെ. ഇനി ഒരു 4-5 മാസമാകുന്ന സമയത്തോ 4 to 5 months, they react differently to scolding and to smiling faces and to friendly and to angry voice. ഇനി 4 to 5 months എന്താകുന്ന സമയത്ത് കുട്ടി പല ഡിഫറെന്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് കാണിക്കാൻ തുടങ്ങുന്നു. എന്തൊക്കെ റിയാക്ഷൻസ് ആണ്? സ്കോൾഡിങ് എന്താണ്? സ്കോൾഡിങ് എന്ന് പറഞ്ഞാൽ വഴക്ക് പറയുക, ഒരു വഴക്ക്, ഒരു വാശി എന്ന പോലെ. ടു സ്മൈലിംഗ് ഫേസസ് അല്ലെ, ചിരിച്ച ഫേസസോടെ. പിന്നെന്താണ്? ഫ്രണ്ട്ലി ആയിട്ട്. ആംഗ്രി വോയിസസ് പല ടൈമില്. അപ്പൊ എന്താണ്? ആ ഒരു 4-5 മാസമുള്ള സമയത്ത് എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് കുട്ടിയിൽ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. അത് സാമൂഹ്യവൽക്കരണത്തിന് അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമാണെന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഫോർമേഷൻ രൂപപ്പെടുന്നത് സാമൂഹ്യമായ വികസനത്തിന്റെ ആ ഒരു സ്റ്റേജിലാണ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി 6 to 7 months, 6 മാസം മുതൽ 7 മാസം വരെയുള്ള സമയത്ത് എന്താണ്? Babies distinguish between friends and strangers by smiling at the former and showing. അവിടെ ഫിയർ എന്നാക്കണം കേട്ടോ. എഫ് ഉണ്ട് അവിടെ, എഫ് മിസ്സിംഗ് ആണ് സ്പെല്ലിങ്ങില്. FEAR, fear in the presence of later. Fear in the presence of later. ടീച്ചർ ആ 4th പോയിന്റ് ഒന്ന് കാണിച്ചു തരുമോ? ഒന്ന് സ്ക്രോൾ ചെയ്യാൻ പറ്റും? യെസ്. എഴുതിയെടുക്കാണോ? യെസ്. ഇതാ ടെക്സ്റ്റ് ഇല്ലേ കയ്യില്? ഇതാ
ഇല്ല ടീച്ചർ, ഞാൻ ടെക്സ്റ്റ് വാങ്ങിച്ചിട്ടില്ല. ഞാനിത് ആവശ്യമുള്ളത് ഇങ്ങനെ പ്രിന്റ് എടുക്കുക ചെയ്യാറ്. Okay, okay. 4 to 5 months, they react differently to scolding and to smiling faces and to friendly and to angry words. Fifth point എന്താണ്? 6 to 7 months ആവുന്ന സമയത്ത് കുട്ടികള് എന്താണ് സ്ട്രേഞ്ചേഴ്സിനെ കാണുന്ന സമയത്ത് എങ്ങനെയായിരിക്കും കുഞ്ഞുങ്ങള് സ്ട്രേഞ്ചേഴ്സിനെ അപരിചിതരെ കാണുന്ന സമയത്ത് എങ്ങനെയാണ് അപരിചിതരെ കാണുന്ന സമയത്ത് അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? സ്മൈലിംഗ് ആണോ? എന്താണ് സബി പറഞ്ഞത്? Fear. ഫിയർ അല്ലെ? എഫ് എന്നാക്കി അവിടെ ടെക്സ്റ്റ് ഉള്ളവരെ ഫിയർ എന്നുള്ളത് Yes, ഫിയർ അല്ലെ? കുഞ്ഞുങ്ങളെ പേടി ഉണ്ടായിരിക്കും അല്ലെ? അവിടെ സ്ട്രേഞ്ചേഴ്സിനെ കാണുന്ന സമയത്ത് കുട്ടികള് പേടിക്കുന്നുണ്ട്. അപ്പൊ അവിടെയും എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. കുട്ടി മറ്റൊരാളെ ഇപ്പൊ പുറത്തു നിന്നുള്ള ഒരാളെ തിരിച്ചറിയാണ് അല്ലെ? അത് തന്റെ കൂടെയുള്ള ഒരാളല്ല എന്ന് കുഞ്ഞിന് വ്യക്തമായൊരു ധാരണ ഉണ്ടാവുന്നത് ആ ഒരു സ്റ്റേജ് 6 മാസം മുതൽ 7 മാസം വരെയുള്ള ഒരു സമയത്താണ്. 8 to 9 months, 8 മാസം തുടങ്ങി 9ാമത്തെ മാസം വരെ എങ്ങനെയാണ്? Baby try to imitate the speech. Baby try to imitate the speech, gestures and simple acts of others. എന്താണ് കുട്ടി ഇമിറ്റേറ്റ് ചെയ്യുന്നു? സ്പീച്ച് ഇമിറ്റേറ്റ് ചെയ്യുന്നു. എന്താണ് സ്പീച്ച് ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറയുന്നത്? സംസാരിക്കാൻ നമ്മളെന്താണ് പറയണത് അതിന് അതേപോലെ പറയാനായിട്ട് ശ്രമിക്കും, ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഒബ്സർവ് ചെയ്യും അല്ലെ? കുട്ടികൾ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ഏതെങ്കിലും പോയിന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകളൊക്കെ അത് ക്യാച്ച് ചെയ്തവര് ഇമിറ്റേറ്റ് ചെയ്ത് പറയാൻ തുടങ്ങും. ജസ്റ്റേഴ്സ് എന്താണ്? എന്തെങ്കിലും തരത്തിലുള്ള ആംഗ്യങ്ങള്, ആക്ഷൻസ് അവര് ഇമിറ്റേറ്റ് ചെയ്യും. സിമ്പിൾ ആക്ട്സ് ഓഫ് അതേഴ്സ് എന്താണ്? നമ്മൾ കാണിക്കുന്ന എന്തെങ്കിലും ആക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി അവരത് നോക്കി കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതെന്താണ്? അവര് അത് കാണിക്കും. അപ്പൊ അത് ഒരു 7-8 മാസം മുതൽ 9 മാസം വരെയുള്ള സമയത്താണ് അങ്ങനെ നടക്കുന്നത്. അപ്പൊ അതും എന്താണ്? സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ആ ഒരു ഭാഗമാണ് കുട്ടികളുടെ. അത് മറ്റുള്ളവരിൽ നിന്ന് കണ്ട് പഠിക്കുകയാണ്. കണ്ട് അത് അനുകരിക്കാൻ, ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് കുഞ്ഞ് ശ്രമിക്കുന്നു. ഒബ്സർവ് ചെയ്യുന്നു, ദെൻ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്തൊക്കെയാണ്? സ്പീച്ചും ജസ്റ്റേഴ്സ് ആൻഡ് സിമ്പിൾ ആക്ഷൻസ് ഒക്കെ. ഓക്കെ, ഇനി 12 months ആവുന്ന സമയത്തോ? 12 months നോ എന്ന് വെച്ചാൽ എന്തെങ്കിലും നമ്മള് വേണോന്ന് ചോദിക്കുക, അതിനൊക്കെ ഒരു നോ എന്നുള്ള ഒരു ആക്ഷൻസ് അല്ലെങ്കിൽ കൈ കൊണ്ട് കാണിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷൻസ് ആയിട്ടോ ഇല്ല എന്നൊരു വേണ്ട. അതായത് അപ്രീതി കാണിക്കുന്ന ഒരു പ്രതികരണം കുഞ്ഞ് കാണിക്കുന്നത് അല്ലെ? ഒരു നോ പറയുന്ന ഒരു സമയം നിർത്തുന്നത് ഒരു 12ാം മാസം മുതലാണ്. 12ാം മാസം എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര? ഒരു വയസ്സായല്ലേ? ഒരു വയസ്സാവുന്ന സമയത്ത് കുറച്ചും കൂടി എന്താണ് അവർ ആക്റ്റീവ് ആയിട്ട് വരുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ വേണം വേണ്ട എന്നത് വ്യക്തമായിട്ട് അവരെ കാണിക്കും. അപ്പൊ ഇല്ല എന്നൊരു മുന്നറിയിപ്പാണ് അല്ലെ? നോ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു വാണിംഗ് പോലെ കൊടുത്തിരുന്നല്ലേ? അപ്പൊ ഇല്ല എന്നൊരു മുന്നറിയിപ്പിനോട് കുഞ്ഞ് പ്രതികരിക്കുന്ന ഒരു സമയമാണ്. വേണ്ട അല്ലെങ്കിൽ നോ എന്നൊരു ആ ഒരു പ്രതികരണത്തോട് കുട്ടി ഏറ്റവും കൂടുതൽ അങ്ങനെ പ്രതികരിക്കുന്ന ഒരു സമയമാണ് എന്ത്? 12ാം മാസം അല്ലെങ്കിൽ 1 വയസ്സ് എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ. ഓക്കെ, യെസ്. സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫാൻസി. അപ്പൊ എങ്ങനെയാണ് ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് ഒരു കുട്ടിയിൽ സംഭവിക്കുന്നത്? എങ്ങനെയാണ്? ഓരോ സ്റ്റേജസുകളൊന്നും പറയാൻ പറ്റുമെന്നൊന്ന് നോക്കി, ഓരോന്നായിട്ട് ഓരോ പോയിന്റ് ഓരോരുത്തരായിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ. മഞ്ജുഷ, സുമേഷ്, ആദ്യത്തെ പോയിന്റ് ഒന്ന് പറഞ്ഞേ. മാം, ആദ്യം അറ്റ് ബർത്തിൽ നമുക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് എന്തുണ്ടാവില്ല, ഒരു സോഷ്യലായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കില്ല, സോഷ്യബിൾ അല്ല അല്ലെ? സോഷ്യബിൾ ആയിരിക്കില്ല. നെക്സ്റ്റ് പോയിന്റ് വേറൊരാൾ പറഞ്ഞേ. ഞാൻ പേര് വിളിക്കട്ടെ? അനിൽ. Okay. 6 week social smile starts. ചിരിക്കുക, മുഖത്ത് നോക്കി ചിരിക്കുവാൻ ആരംഭിക്കുന്നു 1.5 വയസ്സാവുമ്പോൾ. And this is considered as the beginning of socialization.
അതൊരു സോഷ്യലൈസേഷന്റെ ഒരു തുടക്കമാണ്. യെസ്. ഈ പ്രൊഫൈൽ പിക്ചറിൽ കാണുന്നത് ഉഷയാണോ? വാട്ട്? ഡിപിയിൽ കാണുന്നത് ഉഷയുടെ പിക്ചർ ആണോ? ഞാനും മോനും കൂടെ നിൽക്കുന്നതല്ലേ? അതെ അതെ അതെ. ഉഷയാണോ എന്ന് ചോദിച്ചതാണ്. അതെ അതെ. പക്ഷെ ഇങ്ങനെ ചിരിച്ചാണോ സംസാരിക്കുന്നത് ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ? എന്ത് സംസാരിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാ കേട്ടില്ല മിസ്സേ. ചിരിച്ചുകൊണ്ടാണോ അതെ സംസാരിക്കുന്നത്? അതെ 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 അതെ. ഫോൺ വിളിക്കുന്നവരൊക്കെ പറയും എപ്പോഴും ചിരിച്ചുകൊണ്ടാ റിപ്ലൈ പറയുന്നത്. ഞാനത് അത്ര ശ്രദ്ധിക്കുന്നില്ല. ഇല്ല, ആ ഒരു വോയിസിൽ ആ ഒരു പ്ലസന്റ്നെസ് ഉണ്ട്. ആള് ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ പല ക്ലാസ്സിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആണാണ്, എന്നെ ഫോൺ ചെയ്യുന്നവര് പറയും. ഫോട്ടോ ഞാൻ പിൻ ചെയ്ത് നോക്കിയത്. അപ്പൊ ഫേസിൽ അതേ ശരിയുണ്ട്, അതേ ചിരി സംസാരത്തിലുണ്ട് കേട്ടോ. താങ്ക് യു. നല്ല കാര്യം. വിളിക്കുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നില്ല. ചിലപ്പോ ഭയങ്കര ബുദ്ധിമുട്ടി വിളിക്കുന്ന സമയത്ത് ചിലപ്പോ ഇയാളുടെ സംസാരം കൊണ്ട് ഓക്കെ ആവുന്നവരുണ്ടാവും. താങ്ക് യു. ഞാനും എപ്പോഴും ചിരിച്ചോണ്ടാ സംസാരിക്കൽ ടീച്ചർ. കുറെ ആൾക്കാർ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അതപ്പം അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും പ്ലസന്റ് ആയിട്ട് ഒരു ദിവസം നമ്മളെ മുഖം ഒന്ന് വാടിയാല് അവർക്ക് അത് മനസ്സിലാവും. അതാണ് അതിന്റെ വേറൊരു ഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ. സുഷയുടെ വോയിസിലുള്ള ഒരു ചിരി നമുക്ക് ഫീൽ ചെയ്യും. ചിരിച്ചുകൊണ്ടാണ് ആൾ സംസാരിക്കുന്നത്. ഗീത സംസാരിക്കുന്ന ചില സമയം വരെ പ്ലസന്റ് ആണ്, പക്ഷെ ഭയങ്കര കറക്റ്റ് ആയിട്ടാണ് ഗീത ഓരോ എന്താ പറയാ ഒരു സെന്റൻസ് വൈസ് സംസാരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. കറക്റ്റ് ആയിട്ട് പറയുള്ളൂ ഗീത. നിങ്ങളുടെ സംസാരങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം കേട്ടോ. ആ ടീച്ചർ, അത് ഞാൻ പിന്നെ ക്ലാസ്സിൽ പറയുമ്പോൾ അതിൻ്റെതായ ഗൗരവത്തിൽ പറയുന്നോണ്ടാണ് അത്. അങ്ങനെ എന്നോട് പറയാറുണ്ട് നിങ്ങളുടേത് പവർഫുൾ വോയിസ് ആണെന്ന്. പക്ഷെ എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ നേരിട്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു ചിരിച്ചിട്ടേ സംസാരിക്കൂ. താങ്ക് യു ടീച്ചർ. ടീച്ചർ എന്ന നിലയിൽ നല്ലൊരു ക്വാളിറ്റിയാണ് അത് കേട്ടോ. അവരൊക്കെ വെറുക്കും. ഓക്കെ ടീച്ചർ, താങ്ക് യു. ഓക്കെ. തേർഡ് പോയിന്റ് ഒരാൾ പറഞ്ഞേ. പറയട്ടെ. 2 to 3 months, infants can identify people from inanimate objects, recognize its mother and are unhappy on separation. അതായത് 2 തൊട്ട് 3 മാസങ്ങളിൽ കുട്ടികൾ അവര് കുറച്ച് ജീവനില്ല, അതായത് കളിപ്പാട്ടങ്ങളൊക്കെ തിരിച്ചറിയുകയും മദറിന്റെ ഒരു സാമീപ്യം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതായത് അമ്മയെ വിട്ടുപിരിയുമ്പോ ഒരു വിഷമം അല്ലേ? ഓക്കെ. സെപ്പറേഷൻ തിരിച്ചറിയാം. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് ആരാണ്? നെക്സ്റ്റ് പോയിന്റ് ഫോർത്ത് പോയിന്റ് ഒന്ന് പറഞ്ഞേ. ക്ലാസ്സിൽ സൈലന്റ് ആയിരിക്കുന്നവരോട് ടീച്ചർ തന്നെ പേര് വിളിച്ചിട്ട് പറയിപ്പിക്കുന്നതായിരിക്കും നല്ലത്. പറഞ്ഞവര് തന്നെയല്ലേ പിന്നെയും പിന്നെയും പറയും. അതുകൊണ്ട് അതാകരുതെന്ന് വെച്ചാ ഞങ്ങൾ ഇവിടെ മിണ്ടാതിരിക്കുന്നത്. അക്ഷയ ഉണ്ടോ? അക്ഷയ എൻവി അക്ഷയ ഒന്ന് പറഞ്ഞേ. ഫോർത്ത് പോയിന്റ് 4 to 5 months കുട്ടികള് വഴക്ക് പറയാനും ചിരിക്കാനും പിന്നെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാനും ഒക്കെ ശ്രമിക്കും. ഓക്കെ. യെസ്. നെക്സ്റ്റ് ഫിഫ്ത് പോയിന്റ് സമീറ. ബേബീസ് 6 to 7 months ഫ്രണ്ട്സിനെയൊക്കെ തിരിച്ചറിയുന്നുണ്ട്. സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ അവർക്ക് പേടി കാണിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ. അറൌണ്ട് 8 to 9 months ബേബി നമ്മളെ പാരന്റ്സിനെ അല്ലെങ്കിൽ വേറെ ആര് വന്നാലും അവരെ നോക്കിയിട്ട്
try to imitate their actions and speech. ഇവിടെ എനിക്ക് പറയാനുള്ളത് my kid, I mean my younger one, അവള് അവളുടെ പപ്പയുടെ ആക്ഷൻസ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. ലൈക്ക് when how he used to use his phone, കോളിലൊക്കെ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ലൈക്ക് ഫോണിന്റെ പകരം വല്ല എന്താ കയ്യിലുള്ളത് വെച്ചാൽ അതിങ്ങനെ ഷോൾഡറിന്റെ അവിടെ ചെവിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് യാ 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 അങ്ങനെ പറയുമായിരുന്നു ആ ഒരു ഏജിൽ. അപ്പൊ I can relate to this. Yes. Then next 7 months. ഞാൻ പറയാം മിസ്. Sabish Shamir. Okay. 12 month the baby react to the one no. അതായത് കുട്ടികൾ റിയാക്ട് ചെയ്യുന്നത് എന്തും നോ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. അതായത് എന്തും വേണ്ട വേണ്ട എന്ന് ഒരു അപ്രീതി പ്രകടിപ്പിക്കുന്നു അല്ല, അവർക്ക് വേണ്ട എന്നൊരു വാണിങ്ങിലൂടെയാണ് കുഞ്ഞത് 12 monthsലാണത് ആ ഒരു ഡെവലപ്മെന്റ് കുട്ടി കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ 7 സ്റ്റേജസ് ആണ് നമ്മളൊന്ന് പറഞ്ഞത്. ഒരു കുട്ടിയില് എന്താണ് സാമൂഹ്യ വികാസം സംഭവിക്കുന്നത് ഏകദേശം ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്. ഇനി ഈ ഒരു പീരീഡിലായിരിക്കും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ ആയിരിക്കും കുട്ടികളിലെ സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇതല്ലാതെ ഒരുപാട് പോയിന്റ്സുകൾ ഉണ്ട് മറ്റു ടെക്സ്റ്റ്. നിങ്ങൾക്ക് കൂടെ 7 പോയിന്റ്സേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അത് നോക്കണ്ട, അതിലുള്ള പഠിച്ചാൽ മതി. അതായത് സൈക്കോളജി ടെസ്റ്റുകളിലൊക്കെ അങ്ങനെയുണ്ടാവും, ഒരുപാട് പോയിന്റ്സ് ഉണ്ടായിരിക്കും. അതിലേക്ക് ചുരുങ്ങിയ പോയിന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണോ? 7 സ്റ്റേജസും ക്ലിയർ ആണോ നിങ്ങൾക്ക്? Yes, miss. Yes. Yes. Moral developments begin in the 2nd year of life. ഇനി നമുക്ക് മോറൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതൊരു സമയത്താണെന്നാണ് പറയുന്നത്? 2nd year of life എന്ന് പറഞ്ഞാൽ 2nd year ഏതാണ്? 2 വയസ്സ്. എന്തോ 2 വയസ്സ്. 2 വയസ്സ്. അതായത് ആ ഒരു പ്രീ സ്കൂൾ സ്റ്റേജസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം അല്ലെ, 3 to 6 years എന്ന ഒരു സമയത്ത് in everyday conduct with attachment figures during the preschool years, age 3 to 6 children continue to be socialized to learn the values and behaviors expected by their family. അപ്പൊ ഈ 3 to 6 years ഉള്ള കുട്ടികള് അവരെവിടെ നിന്നാണ് വാല്യൂസും ബിഹേവിയേഴ്സും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്? അതിന് ഒരു ഉറവിടം ഉണ്ടായിരിക്കും, ഒരു സോഴ്സ് ഉണ്ടായിരിക്കും. ആ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഫാമിലിയാണ് അല്ലെ. അവരുടെ ഫാമിലിയിൽ നിന്നുമാണ് കുട്ടികള് പലതരത്തിലുള്ള ബിഹേവിയറും വാല്യൂസും മറ്റു കാര്യങ്ങളൊക്കെ കുട്ടികള് മനസ്സിലാക്കുന്നത് അവരുടെ പാരന്റ്സിൽ നിന്നാണ് അല്ലെ, ഫാമിലിയിൽ നിന്നുമായിരിക്കും ഇതൊക്കെ കുട്ടികള് ഒബ്സർവ് ചെയ്ത് സ്വീകരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഫാമിലിയിൽ നിന്ന് കുട്ടി അച്ചീവ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് അവർ ക്യാച്ച് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങള്? ഒരു സോഷ്യൽ സെറ്റിംഗ്സിലേക്ക് കുട്ടികൾ കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എന്തൊക്കെയാണ് ആ ഫാമിലിയാണ് ആ ഒരു സമയത്ത് കുട്ടികളുടെ സോഷ്യൽ ലെവൽ എന്ന് പറയുന്നത്? എന്താണ്? കുടുംബമാണ് അല്ലെ. അപ്പൊ അവിടുത്തെ കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്? എനിക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടോ ശബ്ദം? അവരുടെ ക്ലാസ്സിൽ ഇതുപോലെ ക്ലാസ് നടന്നുണ്ട്, അപ്പൊ അവർ സംസാരിക്കുന്നതാണ്. അപ്പൊ നമ്മളുടെ ഇവിടെ ഡോർ ക്ലോസ് ചെയ്തിട്ടാണ്, ഡോറിന്റെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി ശബ്ദം അവിടെ നിന്ന് പുറത്തു വരുന്നു. ടീച്ചർ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാ ക്ലാസ് എടുക്കുന്നേ? ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇരിക്കുന്നത്. അതെയോ? അല്ല, ജിഷ ടീച്ചറോട് ഒന്ന് ചോദിച്ചപ്പോ ടീച്ചർ മാത്രം വീട്ടിലാണ്, ഞങ്ങളെല്ലാവരും ബാക്കി ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഓ, ഇറ്റ്സ് ഓക്കെ ടീച്ചർ. 10:30 to 3:30 വരെ ഇവിടെ നമുക്ക് പീരീഡ്സ് ഉള്ളത് റെഗുലർ ക്ലാസ്സസ്. ഓക്കെ ടീച്ചർ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഫാമിലിയിൽ കുട്ടികൾ പഠിക്കുന്നത്? ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, വായിച്ചു നോക്കിയേ. ഷെയറിംഗ്, helping, playing together amicably, setting disputes.
Setting disputes with words and restarting impulses are some of the behaviors children learn from attentive parents and other adults during the preschool years. എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികളുടെ പാരന്റ്സിൽ ഫാമിലിയിൽ നിന്ന് പഠിക്കുന്നത്? എന്തൊക്കെയാണ്? ഷെയറിങ്. എന്താണ് ഷെയറിങ്? എന്തൊരു കാര്യവും ഷെയർ ചെയ്യാനായിട്ട് ഫാമിലിയിൽ നിന്നാണ് പഠിക്കുന്നത്. അച്ഛനും അമ്മ ചെയ്യുന്നത് കണ്ടിട്ടാണ് കുട്ടി അതുപോലെ മറ്റുള്ളവരോടും ഷെയർ ചെയ്യാനായിട്ട് നോക്കുന്നത്. ഷെയർ ചെയ്ത് പഠിക്കുന്നത് കുട്ടി അല്ലെ അവരുടെ പാരന്റ്സ് കാണിക്കുന്നത് കണ്ടിട്ടാണ് അല്ലെ. ഒരാപ്പിൾ മുറിച്ചിട്ട് അമ്മ ചേട്ടനോ ചേച്ചിക്കോ കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അച്ഛൻ ഒരു ആപ്പിൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പീസ് അമ്മയ്ക്ക് കൊടുക്കുന്നു. അല്ലെങ്കിൽ മറ്റെന്ത് സാധനം കിട്ടിയാലും വീട്ടിൽ തന്നെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു കുട്ടി കാണുന്നുണ്ട് അല്ലെ. അപ്പൊ അവനത് നമ്മൾ പറഞ്ഞു കൊടുക്കില്ല. ചിലപ്പോ അമ്മമാര് പറഞ്ഞു കൊടുക്കും, ആ മോനെ ഇത് മറ്റുള്ളവർക്ക് കൂടി നമ്മൾ കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. അല്ലാതെ തന്നെ എന്താണ് കുട്ടികൾ ചിലപ്പോൾ കണ്ട് അമ്മ ചെയ്യുന്നതോ അച്ഛൻ ചെയ്യുന്നതോ കണ്ട് കുട്ടികൾ ആ ഒരു ബിഹേവിയർ ക്യാച്ച് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഷെയർ ചെയ്യാനായിട്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതായത് സ്കൂളിലും അതേപോലെ തന്നെ എന്താണ് കുട്ടികൾക്ക് പെൻസിലോ അല്ലെങ്കിൽ ടിഫിൻ സ്നാക്സോ എന്തെങ്കിലുമൊക്കെ എന്താണ് അതൊക്കെ ഷെയർ ചെയ്യാനൊക്കെ കുഞ്ഞ് ആദ്യ കാലങ്ങളിലൊക്കെ പഠിക്കുന്നത് ഫാമിലിയിൽ നിന്ന് കണ്ടിട്ടുള്ള ആ ഒരു എന്താണ് അവരുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്നുമാണ് കുട്ടികൾ അത് പഠിക്കുന്നത്. ഹെൽപ്പിംഗ്. അടുത്ത എന്താണ്? ഹെൽപ്പിംഗ്. എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും. എല്ലാവരെയും ഹെൽപ്പ് സഹായ മനോഭാവം കണ്ടിട്ടാണ് കുട്ടി പഠിക്കുന്നത്. പഠിക്കുന്നതാണ് സഹായിക്കാൻ ഒരു മെന്റൽ ഹെൽപ്പിംഗ് മെന്റാലിറ്റി കുട്ടിയിൽ രൂപപ്പെടുന്നത് അല്ലെ. ഓക്കെ, അതായത് വീട്ടിലെ മെമ്പേഴ്സ് കാണിക്കുന്നത് കണ്ടിട്ട് തന്നെയാണ് കുട്ടികൾ അത് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ പാരന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതൊക്കെ കുഞ്ഞ് കാണുന്നുണ്ടായിരിക്കാം. അപ്പൊ അതിൽ നിന്ന് കുട്ടി മനസ്സിലാക്കുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അവരുടെ കൂടെ നമ്മളും ചെയ്ത് നിൽക്കണം എന്നുള്ളൊരു ആ ഒരു ഒബ്സർവേഷൻ കുട്ടിയിൽ കിട്ടുന്നു. പിന്നീട് എന്താണ്, ഇപ്പൊ നമ്മള് ചെറിയ കുട്ടികളൊക്കെ നമ്മുടെ തുണി നമ്മുടെ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്ന സമയത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ അതിന് മുന്നേ ചിലപ്പോ കൂടെ ആരെങ്കിലും നിന്ന് മടക്കുന്നതോ അല്ലെങ്കിൽ എടുത്തു വെക്കുന്നതൊക്കെ അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. പിന്നീടുള്ള സമയത്ത് അമ്മയെ ഞാൻ മടക്കാം, അല്ലെങ്കിൽ അമ്മയെ ക്ലാസ് ഞാൻ എടുത്തു വെക്കാം എന്നൊക്കെ പറഞ്ഞ് വരാറില്ലേ? അവരത് ഒബ്സർവ് ചെയ്തതിനു ശേഷമാണ് അങ്ങനെ ഹെൽപ്പിംഗ് മെന്റാലിറ്റികൾ വന്ന് നമ്മളോട് അങ്ങനെ പറയുന്നത്. ചിലപ്പോ ചോദിക്കാതെയും ചെയ്യാറുണ്ട്. ചെറിയ കുട്ടികളെ ചൂലൊക്കെ എടുത്തടിക്കുന്ന കണ്ടിട്ടില്ലേ കുഞ്ഞു കുട്ടികള് അമ്മ ചെയ്യുന്നത് കണ്ടിട്ട്. അപ്പൊ അവരില് ഹെൽപ്പിംഗ് മെന്റാലിറ്റി വന്നു തുടങ്ങിയതാണ് ആ ഒരു സമയത്ത്. അത് നമ്മുടെ ഫാമിലിയിൽ നിന്നുമാണ് കുട്ടികൾ ക്യാച്ച് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ കുട്ടികൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്റെ മോൾ അങ്ങനെയാണ്. അവൾക്ക് ഇപ്പോ 2 വയസ്സാകുന്നതേ ഉള്ളൂ. അവള് ഞാൻ ചൂലടിക്ക് എടുക്കുകയാണെങ്കിൽ അവൾക്ക് ഞാൻ വേറെ ചൂല് കൊടുത്തില്ലെങ്കിൽ പിന്നെ തീർന്നു. അതുകൊണ്ട് ഞാൻ വേറെ 2 ചൂല് മേടിച്ച് വെച്ചിട്ട് ഒരു ചൂല് ആൾക്ക് കൊടുക്കും, ഒരു ചൂല് ഞാൻ അടിക്കും. ഹെൽപ്പ് ചെയ്ത ഡ്രസ്സ് മടക്കാൻ നേരത്ത് ഞാൻ അവളോട് പറയാണ്ട് മടക്കി വെച്ചാല് അതെല്ലാം വന്ന് കുളച്ചിട്ടിട്ട് പിന്നെ എനിക്ക് എടുത്തിട്ട് കൈ കൊണ്ട് തരും മടക്കി വെക്കാനായിട്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യട്ടെ, ഹെൽപ്പ് ചെയ്ത് പഠിക്കട്ടെ അല്ലെ. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ ടീച്ചർ, അത് പിന്നെ ആ ഒരു പ്രായത്തിന്റെ ഇതാണ്. ആ സമയത്തെ ഹെൽപ്പ് ചെയ്യൂ. ഹെൽപ്പ് ചെയ്യേണ്ട സമയം ആവുമ്പോ അവർക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യേണ്ട പ്രായത്തുമ്പോ അവർക്ക് ഭയങ്കര മടിയായിരിക്കും. പിന്നെ ചെയ്യല്ലോ, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ പറഞ്ഞിട്ട് തരില്ല കേട്ടോ. അങ്ങനെയുണ്ട്. അപ്പൊ അവർക്ക് ഇപ്പൊന്ന് വെച്ചാൽ നമ്മളും അങ്ങനെയല്ലേ, നമ്മൾ ആ സ്റ്റേജ് കഴിഞ്ഞല്ലേ വന്നത്. നമ്മൾ പണ്ട് എല്ലാവരും ചെയ്യണ നോക്കി നിന്നപ്പോ അലക്കാനൊക്കെ നമുക്ക് എനിക്കൊക്കെ പണ്ട് അമ്മയൊക്കെ അലക്കുന്നത് വെച്ചാൽ സോറി എന്റെ അമ്മയുടെ നിൽക്കാനാണ് അമ്മ നിൽക്കുന്നത്. ആന്റിയൊക്കെ അലക്കുന്ന കാണുമ്പോ എന്താണ് നമുക്ക് കൊതിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. അങ്ങനെ തുണിയൊക്കെ പിഴിയാനൊക്കെ. പക്ഷെ ഇപ്പഴല്ലേ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലായിരുന്നു. അലക്കണതല്ല, തീ കാണുമ്പോ കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് തീ കാണുമ്പോഴേ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പൊ അതിനുള്ള അവസരം വരുമ്പോ അടുക്കള കയറാൻ തന്നെ തോന്നില്ല. ഒരു ദിവസം കുക്ക് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ എന്താ സുഖമല്ലേ, ഒന്നും ചെയ്യണ്ട. നമ്മളന്ന് ഇഷ്ടപ്പെട്ട് നോക്കിയിട്ടൊന്നും നമുക്ക് ഭയങ്കര ബാധ്യതയായിട്ടുണ്ട്. ഇപ്പൊ ടീച്ചർ പറഞ്ഞത് കറക്റ്റ് ആണ്. ഞാനും ഇപ്പം എന്റെ അനുഭവത്തിനാ പറഞ്ഞത്. ചെറുതിലൊക്കെ അടിച്ചു വരാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോഴേ അമ്മ പറയാറുണ്ട്, ഇത് ആ പ്രായമാകുമ്പം ഇതൊന്നും ഉണ്ടാവില്ല, അടിച്ചു വരേണ്ട സമയമാകുമ്പോ അടിച്ചു വരാം. അതേപോലെ തന്നെ പിന്നെ മടി വന്നു. ഇപ്പൊ നമ്മളത് ഭയങ്കര ചിലത് ബേർഡനായിട്ടാ ചെയ്യുന്നു. ഇനി അടിക്കണം, ഇനി അലക്കണം, ഇനി തുടക്കണം, എന്തൊക്കെ പണി അല്ലേ, എന്തൊക്കെയാ നമ്മൾ പറയണത്. പണ്ട് നമ്മള് ഭയങ്കര ഇൻട്രസ്റ്റോടെ നോക്കിയിരുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മള് സ്വമേധയാ ചെയ്തു തുടങ്ങിയപ്പോ എന്താണ് ബുദ്ധിമുട്ടായി തുടങ്ങി.
പക്ഷെ ഇതൊക്കെ ഇഷ്ടമായിട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഇഷ്ടമില്ല എന്നല്ല, നിങ്ങൾ ആരും ഇഷ്ടമില്ല എന്നല്ല, പക്ഷെ നമുക്ക് വല്ലാണ്ട് ചെയ്ത് വരുമ്പോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ. ഡെയിലി ഇത് തന്നെ അല്ലേ അടിക്കാതെ. പക്ഷെ എനിക്ക് അതെ ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ് മാം. പക്ഷെ കുക്കിംഗ് ഭയങ്കര മടിയാണ്. ക്ലീനിങ് എത്ര വേണമെങ്കിലും ഞാൻ ചെയ്യും. കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയാ. അതെ, എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണെന്ന്. പക്ഷെ എനിക്ക് അത് ഇനിയും മനസ്സിലായിട്ടില്ല അതെന്താ ഇത്ര ഇഷ്ടമാവാൻ കാരണം എന്ന്. കാരണം എനിക്കൊക്കെ മടിയാണ്, പക്ഷെ അത് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കില്ല. ഞാൻ അതിന് സപ്പോർട്ട് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ എപ്പോഴും ക്ലീൻ ആയിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടാണ് എല്ലാ ദിവസവും ഞാൻ വ്യത്യാസമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക് വീട്ടിലെ അവിടെ എല്ലാ സാധനങ്ങളും. ശരിയാവും. എപ്പോഴും നമ്മ ഇങ്ങനെ ക്ലീൻ ചെയ്ത് അങ്ങനെ ആ കുട്ടിയിൽ വരും കേട്ടോ. ആ ടീച്ചർ അത് വിചാരിച്ചിട്ട് മടിയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്യാതിരിക്കുന്നൊന്നുമില്ല. ഞാൻ എൻ്റെ വീട് നല്ല പെർഫെക്റ്റ് ആണ്. കാരണം മടി ഇത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അതില് മടിക്ക് പ്രസക്തിയില്ല. അതെ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പ്ലേയിങ് ടുഗദർ ആമിക്കബിളി. ആമിക്കബിളി എന്ന് വെച്ചാൽ എന്താണ്? സൗഹാർദ്ദപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി മൈൻഡിലായിരിക്കണം കുട്ടികളോട്. കുട്ടികൾ ആഗ്രഹിക്കുന്ന പാരന്റ്സ് അവരുടെ കളിക്കാനും അല്ലെ അവരുടെ സമയം ചെലവഴിക്കാനുമാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഓക്കെ, പ്ലേയിങ് ടുഗദർ ആമിക്കബിളി. ആമിക്കബിളി എന്ന് വെച്ചാൽ സൗഹാർദ്ദപരമായിട്ട് കേട്ടോ. അപ്പൊ അങ്ങനെ കുട്ടികളുടെ കൂടെ കളിച്ച് വളരുമ്പോ അവര് നമ്മളെ വിളിക്കാറുണ്ട്. അമ്മ വന്ന് ബോൾ ഇട്ട് കളിക്കാൻ, ബോൾ തട്ടി കളിക്കാൻ വരുമോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വിളിക്കും അല്ലെ. കുറച്ചു നേരം ബോർ അടിച്ച് കഴിയുമ്പോ ആരും ഉണ്ടാവില്ല ചിലപ്പോൾ കളിക്കാനായിട്ട്. അപ്പൊ നമ്മളായിരിക്കും വിളിക്കുന്നത്. പക്ഷെ ചില പാരന്റ്സ് ഒന്നും എന്താണ് ഒറ്റയ്ക്ക് ഇത് കളിച്ചോളാൻ പറഞ്ഞ അല്ലെങ്കിൽ ടി വി ഒക്കെ വെച്ചിട്ട് പോകും. നമ്മ അവരുടെ കൂടെ സമയം ചെലവഴിക്കാറില്ല. പക്ഷെ എന്താണ് വേണ്ടത്? അതൊക്കെ ഈ ഒരു സമയത്തെ ഉണ്ടാവുള്ളൂ. പിന്നീട് ഒരിക്കലും നമ്മൾ അവർക്ക് കളിക്കാൻ വിളിക്കാനൊന്നും നമ്മളെ വിളിക്കുകയൊന്നുമില്ല ഈ ഒരു ടൈമിൽ. അപ്പൊ നമ്മളിപ്പോ നിങ്ങളിത് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. അതായത് എന്താണ് അവന്റെ ആ ഒരു സമയത്തിന് എനിക്ക് കൊടുക്കാൻ കഴിയണം. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിച്ച് എന്താണ് കുഞ്ഞ് കളിക്കുമ്പോൾ കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാനോ അല്ലെങ്കിൽ തമാശ പറയാനോ അതിന് നമ്മൾ സമയം മാക്സിമം കണ്ടെത്തുക. ഓക്കെ, അപ്പൊ അവര് നമ്മളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് 3 to 6 ഇയേഴ്സിനുള്ളിൽ. ഓക്കെ, അപ്പൊ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഇതായിരിക്കും നല്ലത്. അപ്പൊ കുട്ടികൾ എന്താണ് അങ്ങനെ ഒരുമിച്ചിരുന്ന് കളിക്കാനും ഒരുമിച്ച് ചിലവഴിക്കാനൊക്കെ പഠിക്കുന്നത് എവിടെ നിന്നാണ്? ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് തന്നെയാണ്. എസ്പെഷ്യലി അമ്മയും അച്ഛനും നിന്നാണ്. ഓക്കെ, ഇവിടെ അമ്മ അച്ഛൻ എന്ന് പറയുന്നത് ഭേദമായിട്ട് ചില വീടുകളിൽ എന്താണ് അച്ഛനേക്കാളും അമ്മയേക്കാളും ചിലപ്പോൾ മൂത്ത ചേട്ടനോ ചേച്ചിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തായാലും അവർ വളരെ ക്ലിയർ ആയിട്ട് നോക്കുന്നവരുണ്ടാവും അല്ലെ. കുഞ്ഞനുജനെയൊക്കെ അവരുടെ കൂടെ ചിലവഴിക്കുന്ന കുറെ കുട്ടികളുണ്ട്. നമ്മള് പാരന്റ്സ് നോക്കുന്നതിൽ കൂടുതൽ സിബ്ലിങ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് അവർ നന്നായിട്ട് കെയർ ചെയ്യും. ഓക്കെ, ചിലപ്പോൾ തല്ലിൽ പിടിക്കാതെയൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന ഫാമിലീസ് ഉണ്ട് ഈ സിബ്ലിങ്സിൽ തന്നെ. ഇച്ചിരി പറയുമ്പോ ചിലപ്പോൾ വഴക്കൊക്കെ വരും. എങ്കിലും ഒരു പീരീഡ് വരെ കുഞ്ഞ് അനുജനോ അനിയത്തിയൊക്കെ ആണെങ്കിൽ അവരെ നോക്കിക്കൊണ്ട് നടക്കുക ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പൊ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള സിബ്ലിംഗ് ആണെങ്കിൽ എന്താണ് അവര് ഭയങ്കര കാര്യമായിട്ട് കൊണ്ടുനടക്കുന്നത്. ഇപ്പൊ എന്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് 2 ചേച്ചിമാരാണുള്ളത്. അവരും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. 15 വയസ്സ് വ്യത്യാസമുണ്ട് ഞങ്ങള് തമ്മില്. ഞങ്ങൾ 1 ലേറ്റ് ആയിട്ട് ഉണ്ടായതാണ്. അപ്പോന്ന് വെച്ചാൽ അവരെന്നെ നോക്കുന്നത് അവരുടെ മോളെ പോലെ തന്നെയാണ് കേട്ടോ. അവരുടെ മക്കളെ പോലെ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല ഇതേപോലെ നോക്കുന്നത്. അതേപോലെയാണ് കൊണ്ടാടുന്നത്. അപ്പൊ നമ്മള് വേറെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഒരു വയസ്സിൽ എന്റെ അമ്മ മരിച്ചാണ്. അപ്പൊ ചേച്ചിമാര് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, അവർ 15 വയസ്സില്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ കേട്ടോ. പക്ഷെ ഒരു പ്രത്യേക കെയറിലാണ് അവരെ എല്ലാത്തിനും എന്താ ഒരുമിച്ചാണ് കൊണ്ടുവരുന്നത്. ഒന്നിലും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കൊരു ബുദ്ധിമുട്ട് അപ്പൊ ഉണ്ടായതെന്ന് വെച്ചാൽ എനിക്കൊരു 10 വയസ്സ് കഴിഞ്ഞ സമയത്താണ് മൂത്ത ചേച്ചി ആദ്യം വിവാഹം കഴിക്കും. അപ്പൊ എനിക്കത് മനസ്സിലായി. ആ ഒരു സമയത്ത് നമ്മള് സെപ്പറേറ്റഡ് ആവേണ്ട അവിടെ വെച്ച്. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ ഇളയ ചേച്ചിയും കല്യാണം കഴിച്ചു. അപ്പൊ പിന്നെ നമ്മൾ ഒറ്റയ്ക്കായി. അപ്പൊ ആ സമയത്ത് എനിക്ക് ശരിക്കും ഒരു ഫീൽ ചെയ്ത കാര്യമാണ്. നമ്മുടെ സിബ്ലിങ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എനിക്ക് അമ്മയെ പോലെ തന്നെ. അപ്പൊ അങ്ങനെ നോക്കുന്ന ഓരോ ഫാമിലിയിൽ ഓരോ കുട്ടികൾ അങ്ങനെ ഉണ്ടാവും. അനിയന്മാരെ അനിയത്തിമാരെ പോലെ നോക്കുന്നവരുണ്ടാവും. ഓക്കെ, അപ്പൊ അവരിൽ നിന്ന് നമുക്ക് കുറെ പഠിക്കാനുണ്ടാവും. അവര് നമ്മളെ നോക്കാൻ വേണ്ടി അവർക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. അവരുടെ നല്ല സമയങ്ങളോട് നമുക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാനിപ്പോ എന്റെ ഒരു റിയാലിറ്റി ഞാൻ പറഞ്ഞതോളാം കേട്ടോ ഈ ടോപ്പിക് വന്നപ്പോ. ഓക്കെ, ടീച്ചർ എന്താ പറഞ്ഞത് ഫസ്റ്റ്? അമ്മയ്ക്ക്
എന്റെ അമ്മ എനിക്ക് 1 വയസ്സിൽ മരിച്ചതാ. അതെയോ? എന്തായിരുന്നു പറ്റിയേ? അമ്മയ്ക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു. എന്താ പറയാ, കുറെ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം മഞ്ഞപ്പിത്തം വന്നിട്ട് അത് ലിവറിലേക്ക് പെട്ടെന്ന് ആയി. അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി. 1 month ഹോസ്പിറ്റലിലേക്ക് തന്നെയായിരുന്നു. തൃശ്ശൂര് LIT എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെയായിരുന്നു എന്റെ അപ്പ. അവിടെ 1 month കിടന്നു. അങ്ങനെ മരിച്ചത്. എനിക്ക് ഓർമ്മയൊന്നുമില്ല, ഞാൻ കണ്ടെത്തില്ല. 1 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഓർമ്മ കിട്ടുന്നില്ല. വയസ്സ് ആവുന്നതിന് മുമ്പായിട്ട് മരിച്ചു. ലേറ്റ് ആയിട്ട് വന്ന ആളാ. അപ്പൊ എന്നെ നോക്കിയത് എന്റെ സിബ്ലിങ്സ് ആണെന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ ടീച്ചർ. യെസ്. അടുത്ത പോയിന്റ് എന്താണ്? സെറ്റിംഗ് ഡിസ്പ്യൂട്ട്സ് വിത്ത് വേർഡ്സ്. അതെന്താ പറയുന്നത്? സെറ്റിംഗ് ഡിസ്പ്യൂട്ട്സ് വിത്ത് വേർഡ്സ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനെ കുറിച്ചിട്ടാണ്? കുട്ടികള് എന്തൊക്കെ വാല്യൂസും ബിഹേവിയേഴ്സ് ആണ് നമ്മുടെ ഫാമിലിയിൽ നിന്ന് അഡാപ്റ്റ് ചെയ്യുന്നത്, അല്ലെ? എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടതെന്നുള്ളത്. ഷെയറിംഗ് പറഞ്ഞു, ഹെൽപ്പിംഗ് പറഞ്ഞു, പ്ലേയിങ് ടുഗദർ ആമിക്കബിളി. അടുത്ത എന്താണ്? സെറ്റിംഗ് ഡിസ്പ്യൂട്ട്സ് വിത്ത് വേർഡ്സ്. സെറ്റിംഗ് ഡിസ്പ്യൂട്ട് വിത്ത് വേർഡ്സ് എന്ന് പറയുന്നത് എന്താണ്? തർക്കങ്ങള് അത് വാക്കുകൾ കൊണ്ട് തർക്കങ്ങൾ തീർക്കുക. അതായത് ഫാമിലിയിൽ തർക്കങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് വേർഡ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? സംസാരിച്ച് പരിഹരിക്കുക. നമ്മള് ചിലപ്പോ പാരന്റ്സ് ഒക്കെ തല്ലുപിടിക്കുന്ന സമയത്ത് എന്താണ്, എന്തെങ്കിലുമൊക്കെ വേർഡ്സ് ഒക്കെ തർക്കത്തിൽ അങ്ങോട്ട് പറയും, അല്ലെ? വാശി ദേഷ്യത്തിന്റെ കൂട്ടത്തിൽ ചിലപ്പോ ഒരു വേർഡ്സ്, ആവശ്യമില്ലാത്ത വേർഡ്സ് ഒക്കെ ആയിരിക്കും, അല്ലെ? നിങ്ങൾ ദേഷ്യം കയറുമ്പോൾ അങ്ങനെ പറയാറില്ലേ തല്ലുപിടിക്കുന്ന സമയത്ത്? ഞാൻ പറയുമ്പോ നിങ്ങൾ നിങ്ങളുടെ കാര്യം വെച്ച് ആലോചിച്ച് പഠിച്ചാൽ മതി. അപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അല്ലെ, നമ്മൾ ദേഷ്യം കയറി കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മൾ സംസാരിക്കും. ചിലപ്പോ കുട്ടീനെ നല്ല മോശം രീതിയിൽ വർത്താനം പറയില്ലേ ദേഷ്യം കയറി കഴിഞ്ഞാൽ? നിങ്ങൾ എങ്ങനെയാണ്? ഇല്ലേ, നിങ്ങൾ അങ്ങനെ പറയാത്തവരാണോ? എങ്ങനെ ഞാൻ തെറ്റിദ്ധരിക്കുന്ന എന്താ? നിങ്ങൾക്ക് ദേഷ്യമൊന്നും വരാറില്ല കുട്ടീനോട്? വഴക്ക് പറയുമ്പോ ദേഷ്യം വരും. സൗണ്ട് നല്ല ചെലുത്ത് സംസാരിക്കും. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ ചില വേർഡ്സുകളൊക്കെ യൂസ് ചെയ്യാറില്ല. വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. അങ്ങനത്തെ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. അല്ലാണ്ട് സൗണ്ട് കൂട്ടും. എന്റെ സൗണ്ട് കൂടിയാൽ തന്നെ ആള് കണ്ണം പറയും. അപ്പൊ പിന്നെ നമുക്ക് വേറെ ഒന്നും പറയേണ്ടി വരും. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ആവശ്യമില്ലാത്ത വാക്കുകളൊന്നല്ല. നമ്മൾ ദേഷ്യം കയറി കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി ബലം കൊടുത്ത് സ്ട്രെസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പറയും, അല്ലെ? അതെ അതെ, സൗണ്ടിന്റെ ടോൺ മാറും, നമ്മുടെ ടോൺ മാറും. അപ്പൊ അങ്ങനെയുള്ള വേർഡ്സുകൾ കുട്ടികൾ ക്യാച്ച് ചെയ്യും എന്നാണ് പറയുന്നത്, അല്ലെ? അതൊക്കെ അവർ കണ്ടു പഠിക്കുന്നുണ്ട്, അവരത് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വായിന്ന് വീഴുന്ന വാക്കുകൾ കുട്ടികള് കണ്ടു പഠിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എവിടെയെങ്കിലും പോയാൽ അത് പറയുകയും ചെയ്യും. ഓക്കെ, ആ ഒരു സമയത്ത് അപ്പൊ ചോദിക്കുമ്പോൾ നമ്മൾ പാല് പറഞ്ഞു തന്നോ? അതെന്റെ അമ്മ പറഞ്ഞതാ, അമ്മ അച്ഛന് തല്ലിച്ചില്ല, അപ്പൊ അത് പറയുന്നത് കേട്ടതാണെന്ന് പറയും. അത് എക്സാമ്പിൾ പറഞ്ഞുണ്ട്. അങ്ങനെ കുട്ടികൾ പറയാറുണ്ട്. ശരിയല്ലേ പറഞ്ഞത്? ശരിയാണ് മാം. ഞാൻ ഇവിടെ വഴക്കുണ്ടാക്കുമ്പോ ഡേ എന്ന് വിളിക്കും. ഇപ്പോൾ പുറത്തിറങ്ങിയാൽ ആരെങ്കിലും സംസാരിച്ചാൽ ഉടനെ പറയും ഡേ ഷൂ എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ചില കുട്ടികൾക്ക് ടീമൊന്നും വിളിക്കാനുണ്ടാവുന്നൊന്നും ഇഷ്ടമല്ല. ദേഷ്യം കയറിയുമ്പോൾ അങ്ങനെ സ്ട്രെസ് ചെയ്ത് വിളിക്കില്ല, അതൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. പക്ഷെ നമ്മുടെ ദേഷ്യത്തിന്റെ പുറത്ത് നമ്മ ദേഷ്യം കയറിയ പിന്നെ ആരാല്ലേ? നിങ്ങൾക്ക് ദേഷ്യം കയറാറില്ല നല്ലോണം? ഭദ്രകാളിയാവും നമ്മള് ദേഷ്യം കയറിയാല്. ഇത് ഭദ്രകാളിയാവോ ദേഷ്യം കയറിയ? ടീച്ചർ, ഞാനൊക്കെ ഒരു നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു. ഒരു ദേഷ്യം ഒന്നുമില്ലാത്ത ഒരു കാം ആൻഡ് ക്വയറ്റ് ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ ഈ കുട്ടികളായതിന് മക്കളായതിനു ശേഷമാണ് ഞാൻ പോലും അറിയാതെ എന്റെ സൗണ്ട് ഉയരുന്നത്, ദേഷ്യം വരുന്നത്. അങ്ങനെ കാരണം അങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് പക്ഷെ ഹസ്ബൻഡുമായിട്ട് ഒന്നും വഴക്കൊന്നും പറയാറില്ല. എന്താ വെച്ചാല് അത് കുട്ടികൾ കാണും. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഉറങ്ങിക്കഴിഞ്ഞാകുമ്പം കാര്യങ്ങൾ പറയും. അല്ലാതെ അവരുടെ മുന്നിൽ നിന്ന് ഒരിക്കൽ പോലും നമ്മൾ അടികൂടിയിട്ടില്ല. അത് മോള് പറയും, അമ്മയും അച്ഛനും ഒരിക്കൽ പോലും വഴക്കൂടുന്നത് ഞാൻ കണ്ടിട്ടില്ല. നല്ല അമ്മയാണ് അച്ഛനാണ്. Then and restarting impulses are some of the behavior children learn from attentive parents and other adults during the preschool years. അപ്പൊ എന്താണ്, ഫാമിലി മെമ്പേഴ്സിൽ നിന്നാണ് കുട്ടികള് മിക്ക ബിഹേവിയേഴ്സും, അല്ലെ,
നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ നമ്മൾ മറ്റുള്ളവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളുടെ ബിഹേവിയറിൽ നിന്നാണ് കുട്ടികൾ പല കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അറ്റന്റീവ് ആയിട്ടുള്ള പാരന്റ്സ് എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലേൺ ഫ്രം അറ്റന്റീവ് പാരന്റ്സ് എന്ന് പറയുന്നത് എന്താ? അറ്റന്റീവ് പാരന്റ്സ് ശ്രദ്ധിക്കുന്നതാണോ? വളരെ ആണോ? കൂടെയുള്ള പേരൻസ്. ഡിസിപ്ലിൻ ഉള്ള പേരൻസ് ആണോ? യെസ്, അറ്റന്റീവ് പാരന്റ്സ് എന്ന് വെച്ചിട്ട് ഡിസിപ്ലിൻ അല്ലെ. ആ ഒരു എന്താണ് നല്ല നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്, ഡിസിപ്ലിൻ ലൈഫൊക്കെ ലീഡ് ചെയ്യുന്നവരാണെങ്കിൽ എന്താണ് അവരിൽ നിന്ന് കുറെ കാര്യങ്ങള് എന്താണ് കുട്ടികള് പഠിക്കും. മറ്റു പാരന്റ്സ് മോശമാണെന്നല്ല കേട്ടാ പറയുന്നത്, എല്ലാവരും ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഓരോ തരത്തില് മാനറിസങ്ങളൊക്കെ വ്യത്യാസം വരുമ്പോൾ എന്താണ് നമ്മള് ചിലപ്പോ സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ കാരണം എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടോ, അല്ലാതെ ആരും ഡിസിപ്ലിൻ ഉള്ള എല്ലാത്തവരൊന്നും ഇവിടെ പറയുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പാരന്റ്സിൽ നിന്ന് എന്താണ് കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് അവരുടെ ബിഹേവിയറിൽ നിന്ന് എന്താണ് ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏത് ഇയേഴ്സിലെ? പ്രീ സ്കൂൾ ഇയേഴ്സിലെ കുട്ടികളാണ്. പ്രീ സ്കൂൾ ഇയേഴ്സിലെ കുട്ടികളാണ്. പ്രീ സ്കൂൾ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഏജ് ഏത് മുതൽ ഏജ് ഏത് വരെയാണ്? 3 to 6 years വരെ. By the end of this important and busy social period, children will have attained many important understanding that will serve them as they grow older and come across increasingly complex social situations in the course of middle childhood and adolescence. ഇനി ഈ ഒരു പ്രീ സ്കൂൾ ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് കുട്ടികൾ ഒരുപാട് കാര്യങ്ങളും ആ ഒരു സോഷ്യൽ പീരീഡ് ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ അറ്റൈൻ ചെയ്യുന്നു. അതിനുശേഷം എന്താണ് പിന്നീട് അങ്ങോട്ടുള്ള സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏതൊരു സ്റ്റേജിലേക്കാണ് പോകുന്നത്? കുട്ടികളെ ഏതൊരു സ്റ്റേജിലേക്കാണ് പോകുന്നത്? ഏതൊരു സ്റ്റേജിലേക്കാണ് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ? അഡോളസൻസ് സ്റ്റേജിലേക്ക് അവർ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ സിറ്റുവേഷൻസിലേക്കാണ് പിന്നീട് അങ്ങോട്ട് അവർ കടന്നു പോകുന്നത് അല്ലെ. പ്രീ സ്കൂൾ ഏജിൽ നിന്ന് പ്രീ സ്കൂൾ ഏജ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫാമിലി ഓറിയന്റഡ് ആണ് അല്ലെ. ഫാമിലി ആ പാരന്റ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവരുടെ ആ ഒരു സെക്യൂരിറ്റിയിലാണ്. പിന്നീട് അങ്ങ് അഡോളസന്റ് കൗമാരത്തിലേക്ക് കടക്കുന്ന സമയത്ത് എല്ലാവരും മിഡിൽ പീരീഡ് ഒക്കെ ആവുമ്പോൾ എന്താണ് കുട്ടികൾ കുറച്ചും കൂടി ഏത് സിറ്റുവേഷൻസിലേക്കാണ് വരുന്നത്? കുറച്ചും കൂടി കോംപ്ലക്സ് സിറ്റുവേഷൻസിലേക്ക് കടക്കും അല്ലെ. കുറച്ച് സങ്കീർണതകളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ കടന്നു ചെയ്യും. പ്രത്യേകിച്ച് അഡോളസൻസിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റേജ് ആണ് അല്ലെ അഡോളസൻസ്, കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. ടീച്ചർ ഞാനിപ്പോ അതിലൂടെയാണ് കടന്നു പോകുന്നത്. മോനിപ്പം 9th-ലാണ്. അപ്പോ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ആ മാറ്റം. പക്ഷെ പണ്ടൊന്നും കുട്ടികൾ അങ്ങനെയായിരുന്നില്ല. ഇപ്പൊ ഈ കാലഘട്ടം കുട്ടികളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. ഇത് നമുക്ക് മെന്റലി ഫിസിക്കലി ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു സമയമാണ് ഈ അഡോളസന്റ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോ കോംപ്ലക്സ് സിറ്റുവേഷൻ സങ്കീർണതകൾ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? സോഷ്യൽ സിറ്റുവേഷൻ. ഇപ്പൊ വീട്ടിലുണ്ടായിരിക്കാൻ ബുദ്ധിമുട്ടുകള്, അവരുടെ ഇമോഷൻസ് ഒക്കെ മാറി വരികയാണ് അല്ലെ. അവരുടെ മൈൻഡ് മാറി വരുന്നു, ഫിസിക്കൽ കണ്ടീഷൻ മാറി വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് മൊത്തത്തിൽ അവർക്ക് മെന്റലി ഡിസ്റ്റർബൻസ് ആണ് ശരിക്കും ഉണ്ടാവുന്നത് അല്ലെ. ചിലപ്പോ എന്താണ് സ്വഭാവം തന്നെ മാറി വരുന്ന ഒരു ടൈമാണ്, ബയോളജിക്കലി മാറ്റങ്ങൾ വരുന്ന ഒരു ടൈമാണ്. അപ്പൊ അത് സ്വാഭാവികമായി നടക്കുന്ന ഒരു ഇവന്റാണ് അല്ലെ, ഒരു പ്രവർത്തനമാണ്. നമ്മുടെ കോശങ്ങളുടെയൊക്കെ വിഭജനം മൂലം നമ്മുടെ ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ടാവുന്ന ഒരു നാച്ചുറൽ കാര്യമാണ്. അപ്പോ ആ സിറ്റുവേഷൻ കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതെന്നാണ് പറയുന്നത് അല്ലെ. കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ആ കൗമാര കാലഘട്ടം കടന്നു പോകുന്നത്. ഓക്കെ, ഇനി ഏജ് 6, ഇവിടെ ഏജ് 6ന്റെ കാര്യം പറയുന്നത് 6 വയസ്സില് എന്താണ് children are not yet fully civilized, but a core of concentration and self-restraint can be seen in children whose attachments in infancy have been safe and whose socialization during the preschool years was given warm and loving parents. At the age 6, children are not yet fully civilized എന്ന് പറഞ്ഞാൽ എന്താണ്?
6 വയസ്സാവുന്ന സമയത്ത് കുട്ടികളെ എങ്ങനെയല്ല എന്നാണ് പറയുന്നത്? ഫുള്ളി സിവിലൈസ്ഡ് അല്ല എന്ന് പറഞ്ഞാൽ എന്താ? പരിഷ്കൃതരായിട്ടില്ല എന്നൊരു മീനിങ് അല്ലെ? അവർക്ക് 6 വയസ്സിൽ എങ്ങനെയാ അവര് ഫുള്ളി സിവിലൈസ് ആവുന്നത്? പരിഷ്കൃതമായിട്ടുള്ള ഒരു രീതിയിൽ അവർ വരുമോ? ഇല്ല, അവര് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു അല്ലെ? അപ്പൊ അവര് ഏറ്റവും കൂടുതൽ എന്താണ് ആഗ്രഹിക്കുന്നത്? സെൽഫ് റെസിസ്റ്റന്റ്. സെൽഫ് റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് റെസ്ട്രെയിൻ. സെൽഫ് റെസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് റെസ്ട്രെയിൻ സ്വയം പ്രാപ്തരാവാനാണ്. സെൽഫ് റെസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം പരിമിതികളാണോ? ആത്മനിയന്ത്രണമാണോ? ആണോ? സെൽഫ് റെസ്ട്രെയിൻ, കൺസിഡറേഷൻ ആൻഡ് സെൽഫ് റെസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണം അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഒരു ആത്മനിയന്ത്രണം പാലിക്കേണ്ടതെന്നാണ് പറയുന്നത്? ആത്മനിയന്ത്രണം ആവശ്യമുള്ളവരാണെന്നാണ് പറയുന്നത്. 6 വയസ്സ് വരെ ആ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കൂടുതൽ കൺസിഡറേഷൻ ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളായിരിക്കാം. അറ്റാച്ച്മെന്റ്സുകൾ ആഗ്രഹിക്കുന്ന അല്ലെ? കൂടുതൽ അടുപ്പം അല്ലെ? പാരന്റ്സുമായിട്ട് മറ്റുള്ളവരുമായിട്ട് അറ്റാച്ച്മെന്റ് ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലെ? സെക്യൂർ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്താ കുട്ടികള് അവരെ കൺസിഡർ ചെയ്യണം അല്ലെ? അവരെ എപ്പോഴും സെക്യൂർ ആയിട്ട് നിൽക്കാനായിട്ടാണ് അവരെ പാരന്റ്സിനോട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇൻഫാൻസി ഹാവിങ് സേഫ്. ഇനി ഇൻഫാൻസി പീരീഡ് ആണെങ്കിൽ എങ്ങനെയാണ്? ഇൻഫാൻസി പീരീഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സേഫ് ആണല്ലേ? നമ്മൾ വളരെയധികം സുരക്ഷിതമാണ് അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ അല്ലെ? Safe and whose socialization during the preschool years was given warm and loving parents. എന്താണ് അവിടെ പറയുന്നത്? Whose socialization during the preschool years was given by warm and loving parents. അത് വായിച്ചു നോക്കിയ സെന്റൻസ് ഒന്ന്. നിങ്ങൾക്ക് എന്താണത് മനസ്സിലായത്? ആ സെന്റൻസ് വായിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? വായിച്ചോളൂ കേട്ടോ. സെക്കൻഡ്. എനിക്കൊരു OTP വന്നു, അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ഇതായത്. OTP വന്നപ്പോ ഇപ്പൊ തന്നെ അയച്ചു ബാങ്കിങ് ഒന്ന് പറയാം. ഓക്കെ, വായിച്ചു വെക്കോ സെന്റൻസ്. Infancy having safe and whole socialization during preschool years was given by warm and loving parents. അതായത് ആ ഒരു ഇൻഫാൻസി പീരീഡിലെ എങ്ങനെയുള്ള പാരന്റ്സിനാണ് കുട്ടികളെ വളരെ സേഫ് ആയിട്ടും ആ ഒരു പീരീഡിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്? വളരെയധികം warm and loving പാരന്റ്സിന് മാത്രമേ അതുപോലെ കുട്ടികളെ സേഫ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ദീസ് ആർ പാരന്റ്സ് who have high but considerable maturity expectations, who are consistent in setting limits, who are involved with their children, both to observe them and to play with them, enjoy them, who extend efforts to the child's behavior on others, and
who concentrate more on teaching what to do rather than on what not to do. അപ്പൊ ഇങ്ങനെ ലവിങ് വാംഫുൾ ആയിട്ടുള്ള പാരന്റ്സിന് എന്തായിരിക്കും ഇങ്ങനത്തെ ഒരു കൺസിഡറേഷൻ ആയിട്ട് ഉണ്ടായിരിക്കുന്നത്? മെച്യൂരിറ്റി എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കും കുട്ടികളെ പറ്റിയിട്ട്. ദെൻ അവരുടെ പ്രത്യേക ലിമിറ്റ്സുകൾ, എത്രത്തോളം കുട്ടികൾ ഇൻവോൾവ് ആവണം, അവർക്ക് എത്രത്തോളം ഒരു പരിധി ഉണ്ടായിരിക്കണം. ദെൻ അവരുടെ കൂടെ ഒരുമിച്ച് എത്രത്തോളം അവരെ ഒബ്സർവ് ചെയ്യുന്നതിനും അവരോട് എൻജോയ് ചെയ്യുന്നതിനൊക്കെ അത്തരത്തിലുള്ള ഒരു പാരന്റ്സ് അതിനായിട്ടുള്ള സമയങ്ങൾ കണ്ടെത്തിയിരിക്കും. ദെൻ തന്റെ സ്വന്തം കുട്ടികളുടെ എഫേർട്സ് അല്ലെങ്കിൽ സ്വന്തം കുട്ടിയുടെ ബിഹേവിയറിനെ പറ്റിയിട്ട്, ചൈൽഡ് ബിഹേവിയറിനെ പറ്റിയിട്ട് മറ്റുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്റെ കുട്ടി എങ്ങനെയാണ്, അവന്റെ ബിഹേവിയർ എത്രത്തോളം മനോഹരമാണെന്നുള്ളത് അവരെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെന്താണ്? ആൻഡ് ഹു കോൺസെൻട്രേറ്റ് more on teaching what to do rather than on what to not do. എന്ത് ചെയ്യരുത് എന്നതിനേക്കാൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്നതിൽ കൂടെ, എന്ത് ചെയ്യണം എന്നതിനേക്കാൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കുട്ടികളെ കൂടുതലായിട്ട് പഠിപ്പിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരായിരിക്കും എന്ത് ഇത്തരത്തിലുള്ള ലവിങ് പാരന്റ്സ്, വാം ആൻഡ് ലവിങ് പാരന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അവർ കൂടുതലും പക്വതയും വളരെയധികം എന്താണ് പ്രതീക്ഷകളുള്ള മാതാപിതാക്കളായതിനാൽ തന്നെയാണ് അവർ അവരുടെ കുട്ടികളെ പറ്റിയിട്ട് എന്താണ് കുട്ടികളെ പറ്റി ഒരു എക്സ്പെക്ടേഷൻസ് ആണ്, അവർക്ക് അവരെ പറ്റി ഒരു പ്രതീക്ഷകളാണ് ഉണ്ടാകുന്നത്. ഇവിടെ പാരന്റ്സിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അതായത് ഇങ്ങനെ ലവിങ് പാരന്റ്സിന്റെ അവരുടെ ചിന്താഗതികൾ എങ്ങനെയാണ്, അതായത് ഉയർന്നതും പക്വതയുമുള്ള പ്രതീക്ഷകളായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ എന്താണ് അവരുടെ കുട്ടികളെ നിരീക്ഷിക്കാനും അവരോടൊപ്പം ഒത്തൊരുമിച്ച് കളിക്കാനും അവരെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാനും ആഗ്രഹിക്കുന്നവരായിരിക്കും. പിന്നെന്താണ് അവരോട് ഇടപെടുന്നതിൽ ഏറ്റവും കൂടുതൽ ആ കുട്ടികളുമായിട്ട് ഇടപെടുന്നതിൽ അവർ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുകയും പിന്നെന്താണ് കുട്ടിയുടെ പെരുമാറ്റം, അവന്റെ കുട്ടികളുടെ പെരുമാറ്റം മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ കുട്ടികൾ എന്തെങ്കിലും നല്ലത് ചെയ്തു കഴിഞ്ഞാൽ എന്റെ മോൻ അങ്ങനെയാണ് അല്ലെ, അവൻ അങ്ങനെ ചെയ്യും എന്നുള്ള ബിഹേവിയറിനെ പറ്റി നിങ്ങൾ മറ്റുള്ളവരോട് പറയാറില്ലേ, പറഞ്ഞു കൊടുക്കില്ലേ നമ്മളാ? യെസ് ടീച്ചർ, പറയാറുണ്ട്. പക്ഷെ മോൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മോൻ നേരെ ഓപ്പോസിറ്റ് ആണ്. മതി ഇനി മതി പറഞ്ഞത് എന്ന് പറയും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നതിനേക്കാൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും പാരന്റ്സ് അത്തരത്തിലുള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, വളരെ കെയറിംഗ് ആയിരിക്കും. ഇവിടെ പറയുന്നത് അല്ലെ, വാം ആൻഡ് ലവിങ് പാരന്റ്സ് ആയിരിക്കും. അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയായിരിക്കും തന്റെ കുട്ടികളുടെ ബിഹേവിയർ എത്രത്തോളം നല്ലതാണോ നല്ലതാക്കാനായിട്ടും അവർ ശ്രമിക്കുകയും ചെയ്യും. ഓക്കെ, നമുക്ക് അവിടെ നിന്നൊന്നും എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാനൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ചോദിക്കുന്നത് ഈ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടണം. 3 to 6 years തുടങ്ങിയിട്ട് പാരന്റ്സിൽ കുട്ടികൾ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഷെയറിംഗ്, ഹെൽപ്പിംഗ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ ഇവിടം വരെ പ്രീ സ്കൂൾ ഇയേഴ്സ് വരെ അണ്ടർലൈൻ ചെയ്യാം. 3 to 6 years തുടങ്ങി പ്രീ സ്കൂൾ ഇയേഴ്സ് വരെ അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, ഓക്കെ ടീച്ചർ. ബാക്കിയുള്ളതൊന്ന് ജസ്റ്റ് വായിച്ചു പോയാൽ മതി. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല. ഇതിൽ ലോസ്റ്റ് ഇല്ല കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഫാക്ടേഴ്സ് അഫക്ട് സോഷ്യലൈസേഷനും ഓഫ് ദ ടീച്ചർ ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. എന്തൊക്കെ ഫാക്ടറാണ് സോഷ്യലൈസേഷൻ അഫക്ട് ചെയ്യുന്നത്? ഫാമിലിയും പിയർ ഗ്രൂപ്പും മാത്രമാണ് സോഷ്യലൈസേഷൻ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ. വായിച്ചാൽ മനസ്സിലാവും. ഒന്ന് വായിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോളൂ. സൈൻ ഔട്ട് ചെയ്യാറുണ്ടോ നിങ്ങള്?